1991 വടകരയിലെയും ബേപ്പൂരിലെയും കോലീബി സഖ്യത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. കോൺഗ്രസ്, ലീഗ്, BJP പാർട്ടികളുടെ സംയുക്ത സ്ഥാനാർത്ഥികൾ രണ്ടിടത്തും മത്സരിച്ചിട്ടും അന്ന് LDF ജയിച്ചു. ബേപ്പൂരിൽ TK ഹംസയും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ KP ഉണ്ണികൃഷ്ണനും. ഈ വിചിത്ര മുന്നണിയെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു. എന്നാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സഖ്യം മലപ്പുറത്ത് ഉണ്ടെന്നാണ് BJP പറയുന്നത്. കോമാലി സഖ്യം. കോമാളി സഖ്യമല്ല, കോമാലി. കോൺഗ്രസ്, മാർക്സിസ്റ്റ്, ലീഗ് സഖ്യം. LDFിന്റെയും UDFിന്റെയും നേതാക്കന്മാർ രാത്രി ഇരുട്ടത്ത് അതിൻ്റെ മറവിൽ തലയിൽ തുണിയിട്ട് പല വീടുകളിലും പോയി, പല ഓഫീസുകളിലും പോയി ഒക്കെ ഇരുന്ന് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NDA എങ്ങനെ പരാജയപ്പെടുത്താമെന്നാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള പോരാട്ടം കോൺഗ്രസും മുസ്ലിം ലീഗും അതേമാതിരി തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്നുകൊണ്ടുള്ള കോമാലി മുന്നണിയാണ്. കോൺഗ്രസ്, മാർക്സിസ്റ്റ്, ലീഗ്. മാർക്സിസ്റ്റ് പാർട്ടി പരസ്യമായിട്ട് ഇത് പറയാൻ തയ്യാറില്ല. രഹസ്യമായി അതിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. O രാജഗോപാലിന് കോമാലി സഖ്യമാണെങ്കിൽ BJP നേതാവ് AN രാധാകൃഷ്ണന് അത് കോലീയം സഖ്യമാണ്. കോൺഗ്രസ്, ലീഗ്, പിന്നെ മാർക്സിസ്റ്റിൻ്റെ ഇംഗ്ലീഷ് ആദ്യക്ഷരമായ M, മുക്കാൽ മലയാളം കാൽ ഇംഗ്ലീഷ്. UDFും CPMും തമ്മിൽ ഉണ്ടെന്ന് പറയുന്ന സഖ്യത്തിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ BJPക്കാർ ആലോചിച്ച് ഒരു സമവായത്തിൽ എത്തേണ്ടതാണ്. പരസ്യമായി ഒരു കോലീയം സഖ്യമാണ് കോൺഗ്രസ്, ലീഗും മാർക്സിസ്റ്റ്. കോലീയം സഖ്യം വളരെ പരസ്യമായി വന്നിരിക്കുകയാണ്. 100% ദുർബലമായ സ്ഥാനാർത്ഥിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു പരസ്യമായ രഹസ്യം പോലെയാണ് ഈ ചർച്ച നടത്തിയത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പിന്തുണയ്ക്കാനായിട്ട് പിണറായി ഉണ്ടല്ലോ. പിണറായി വിജയൻ ഉൾപ്പെടെ ഈ മുനിസിപ്പാലിറ്റിയില് മുനിസിപ്പൽ കെട്ടിടം ഹാള് നൽകത്തില്ല, NDAക്ക് BJP സ്ഥാനാർത്ഥിക്ക് നൽകത്തില്ല എന്ന് പറഞ്ഞ ആ കൂട്ടുകെട്ടുണ്ടല്ലോ. ഭരിക്കുന്നത് UDF, പക്ഷെ LDFന് കൊടുക്കാം, പക്ഷെ BJPക്കോ NDAക്കോ കൊടുക്കത്തില്ല. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഡൽഹി ദൗത്യത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് BJP നേതാവ് H. രാജ. ஏன்னா இங்க இருக்கிற முஸ்லீம் லீக் வேட்பாளர் குஞ்சாலிக்குட்டி ஒரு ஆள் போறதுனால முஸ்லீம் லீக்குக்கு ஒரு MP கூடும், அவ்வளவுதான். பார்லிமெண்ட்ல ஏதாவது பண்ண முடியுமா? மோடிஜியை பார்த்து கன்னத்துல போட்டுக்கலாம் எட்டி நின்னு, இல்ல அங்க சப்சிடில கிடைக்கிற ஐஸ்கிரீம் வாங்கி சாப்பிடலாம். വേറെ என்ன പ്രയോജനം ഇருக்கு? ഇങ്ങ എന്ത് കുഞ്ചാലിക്കുട്ടി പോയി എന്തിനാ എന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കണേ? അദ്ദേഹം ഇവിടെ പലരും പറഞ്ഞതുപോലെ പുതുതായി കേരള രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിലരൊക്കെ അടക്കം പറയുന്നത് കേരളത്തിലെ ഐസ്ക്രീമൊക്കെ തീർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും ഇടവേള. മദ്യഷോപ്പിനെതിരെ സമരം ചെയ്തവർക്ക് മൂത്രാഭിഷേകം. കലക്കി വെച്ചിരുന്ന മൂത്രം കപ്പിലാക്കി ഞങ്ങളുടെ എല്ലാം ദേഹത്തേക്ക് ഒഴിച്ചു. നീ ഇത് കണ്ടോടെ? കണ്ടു. ഞാൻ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കില്ല എന്റെ ജോലി. ഓടച്ചക്കവിടുന്ന്. മദ്യം കഴിച്ചാൽ കഴിക്കുന്നയാളുടെ രക്തത്തിലും വിയർപ്പിലും മാത്രമല്ല മൂത്രത്തിലും വരെ മദ്യാംശം എത്തും. അതുകൊണ്ടാകാം
മദ്യത്തിനെതിരെ സമരം ചെയ്ത MLAയ്ക്കും കൂട്ടർക്കും മദ്യഷാപ്പുകാരുടെ വക മൂത്രാഭിഷേകം ലഭിച്ചത്. കൊച്ചിയിൽ പൊന്നുരുന്നിയിലെ കൺസ്യൂമർ ഫെഡ് മദ്യഷാപ്പിനെതിരെ സമരം ചെയ്ത ഹൈബി ഈഡനും കോൺഗ്രസ് പ്രവർത്തകർക്കുമാണ് മൂത്രാഭിഷേകം കിട്ടിയത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ ഷട്ടർ താത്തുന്നതിൻ്റെ ഇടയ്ക്കാണ് താഴെക്കുടി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കലക്കി വച്ചിരുന്ന മൂത്രം കപ്പിലാക്കി ഞങ്ങളുടെ എല്ലാം ദേഹത്തേക്ക് ഒഴിച്ചു. സ്ത്രീകളുടെ അടക്കമുള്ള ആളുകളുടെ ദേഹത്തേക്ക് ഒഴിച്ചു. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. നീ ഇത് കണ്ടോടെ? കണ്ടു. അയ്യോ, ഞാൻ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കില്ല എന്റെ ജോലി. ഓടെ ചക്ക അവിടുന്ന്. എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ അറസ്റ്റ് ഗോവിന്ദൻകുട്ടി എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയൂ. തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. ഇല്ല എന്ന് പറഞ്ഞില്ല. എന്നെ അറസ്റ്റ് എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ അവിടെ ചോരാൻ നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കണം. ഇതോടെ വക്രദൃഷ്ടി അവസാനിക്കുകയാണ്. വീണ്ടും തിങ്കളാഴ്ച രാത്രി ഇതേ സമയം. നന്ദി, നമസ്കാരം.